അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാതും നന്നായിട്ട് മിക്സ് ആവുന്ന രൂപത്തിൽ മിക്സാക്കി കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ കോഴിമുട്ട എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് ആദ്യം ബീറ്റ് ചെയ്യുക. എന്നിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇപ്പോൾ കോഴിമുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള 3/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഫ്ലോറിൻ്റെ മിക്സില്ലേ അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീറ്റർ വെച്ച് തന്നെ ലോ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾക്ക് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്കിത് മിക്സാക്കി എടുക്കാം. ഏത് രീതിയിലാണോ എളുപ്പം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലോർ മിക്സും കൂടി മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അത്യാവശ്യം തിക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇത്തിരി ലൂസാക്കാനായിട്ട് 1 ടേബിൾ സ്പൂണ് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ബൗളിൻ്റെ അടിവശത്ത് പിടിച്ചിട്ടുള്ള പൊടിയൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കുകയാണ്. ഇനി സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ബ്രഷ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് 2-3 വട്ടം അങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആയി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ലിഡ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായി കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടക്കോലോ സ്ക്വയറോ വെച്ചിട്ട് അതുപോലെ കുത്തി നോക്കുക. ഇതിലൊട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് കുക്കായിക്കണു. അപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. ഈ കേക്ക് നന്നായിട്ടും ചൂടാറാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് കേട്ടോ. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കേക്കിൻ്റെ ബേസിലേക്ക് അല്പം ക്രീമാക്കിയിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് കേക്കിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന്
ശരിയാക്കി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റും പിന്നെ കുറച്ച് ചെറിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, പിന്നെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിനുശേഷം ഫില്ലിങ്സ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റും ചെറീസും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി മൂന്നാമത്തെ പീസ് കേക്കും വെച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണിത്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫൈനൽ കോട്ടും ചെയ്തിട്ടുണ്ട്. ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണിത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് സ്റ്റാർ നോസിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് അതിനൊന്ന് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 റോസ് ഫ്ലവർ കൂടി ഉണ്ടാക്കിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് പേര് എഴുതിയെടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മേലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 ഷുഗർ ബോൾസ് വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.